ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മളുടെ ഈ മിമ്പറിൽ വിശ്വാസ സംസ്കരണം വിഭാവനം ചെയ്യുന്ന സ്വഭാവ മാഹാത്മ്യങ്ങളെക്കുറിച്ചാണ് ഒരു ഖുത്ബ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. വിശ്വാസം മനസ്സുകളെ ഭരിക്കുകയും സംസ്കരണം വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാവുകയും ചെയ്യുമ്പോൾ അത്തരം സംസ്കാരങ്ങൾ വളർത്തുന്ന വ്യക്തികളുടെ ചില ഉദാഹരണങ്ങളും ചരിത്രങ്ങളും വിശുദ്ധ ഖുർആനിൽ നമ്മൾ കണ്ണോടിക്കുമ്പോൾ വിശ്വാസ സംസ്കരണമാണ് വിശുദ്ധ ഖുർആനിൻ്റെ
പ്രധാന വിഷയം അള്ളാഹുവിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, ഇതര വിശ്വാസ വിഷയങ്ങൾ, ഇവയെ വിശദമായി വിശദീകരിക്കുന്ന പ്രസ്തുത വിശ്വാസം മനസ്സിലൂട്ടുവാൻ ഉതകും വിധമുള്ള അവതരണങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത. വിശിഷ്യ മക്കയിൽ അവതീർണമായ സൂറത്തുകൾ. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ 86 സൂറത്തുകൾ മക്കിയത്താണ്. മക്ക കാലഘട്ടത്തിൽ അവതീർണമായ അല്ലെങ്കിൽ മക്കിയത്ത് എന്ന വിശേഷണമുള്ള സൂറത്തുകളാണ്. ഈ സൂറകളുടെയൊക്കെ മൂലവിഷയങ്ങൾ ഈമാൻ കാര്യങ്ങളാണ്, വിശ്വാസ കാര്യങ്ങളാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, തൗഹീദിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, വിശദീകരണങ്ങൾ. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അതിൽ അള്ളാഹുവിൻ്റെ രക്ഷാകർതൃത്വവുമായി ബന്ധപ്പെട്ടും ആരാധ്യതയുമായി ബന്ധപ്പെട്ടും അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, അവയുടെ അർത്ഥതലങ്ങളും തേട്ടങ്ങളും, ഇതേപോലെ അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അന്ത്യനാളിൽ അതിൻ്റെ സംഭവ്യതയും അതിനുള്ള തെളിവുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ സിംഹഭാഗവും വിശ്വാസ സംസ്കരണത്തെ ഊന്നിക്കൊണ്ടുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം മദനീയായ സൂറത്തുകൾ, മദനീയത്തായ സൂറത്തുകൾ, അതിൽ കർമ്മപരമായ കാര്യങ്ങളും ശറഈയായ വിഷയങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ക്രയവിക്രയങ്ങളുമാണ്, അതുമാത്രമാണ് എന്നുള്ളതല്ല. അതുതന്നെയും വിശ്വാസപരമായ കാര്യങ്ങളെ ഉണർത്തിക്കൊണ്ടും അതിനോട് തുടർത്തിക്കൊണ്ടുമാണ് വിശുദ്ധ ഖുർആനിലെ മദനീയത്തായ സൂറത്തുകളിലുമുള്ളത്. പറഞ്ഞു വരുന്നത് ഇസ്ലാം വിശ്വാസ കാര്യങ്ങളെ ജനമനസ്സുകളിൽ ഊട്ടുന്നതിൽ വിശ്വാസപരമായ തർബിയത്ത്, അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിൽ ഏറെ ശ്രദ്ധയൂന്നിയ ദർശനമാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വിശിഷ്യ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയമാണിത്. ഈ ഒരു ആമുഖം നമ്മൾ കേൾക്കുവാൻ കാരണം വിശ്വാസ സംസ്കരണം അതാണ് മനുഷ്യരെ യഥാവിധം മാറ്റുകയും നന്നാക്കുകയും അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളെ പോക്കി സ്വഭാവ മേൽമയും ഗുണവും വ്യക്തികൾക്ക് പ്രദാനം ചെയ്യുന്നത്. അതാണ് ആളുകളെ യഥാവിധം നന്നാക്കുന്നത്. ഇന്ന് പല മുസ്ലിമീങ്ങളും സ്വഭാവ ദൂഷ്യത്തിൽ പേരുകേട്ടവരാണ്. മനസ്സ് കെട്ട് പ്രവർത്തനം ദുഷിച്ച് പലരുടെയും പേരുദോഷം പ്രസിദ്ധമാണ്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ സംസ്കരിച്ചെടുത്ത ഒരു വിഭാഗത്തിൻ്റെ ചരിത്രം, അത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്താണ്. ഹൽ തത്ലുബൂന മിനൽ മുഖ്താരി മുഅ്ജിസതൻ കഫാഹു ശഅബുൻ മിനൽ അജ്ദാഥി അഹ്യാഹു. മുഖ്താറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് നിങ്ങൾ അന്വേഷിക്കുകയാണ് എങ്കിൽ സാംസ്കാരികമായി മരിച്ചു കിടന്ന ഒരു ജനവിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സജീവമാക്കി സാംസ്കാരികമായ മൂല്യവും ഉന്നതിയുമുള്ളവരാക്കി പരിവർത്തിപ്പിച്ചു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താണ് എന്ന്
കവി പറയുകയാണ്. എന്തേ ഈ മാറ്റത്തിന് കാരണം? ഒരു വിഭാഗം ഈ വിധം വളരുവാനും പുരോഗതി പ്രാപിക്കുവാനും എന്തേ കാരണം? അതാണ് ഇസ്ലാമിക സംസ്കരണത്തിനുള്ള ഇസ്ലാമിക രീതിശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. അത് വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം വളർത്തി, പരലോകത്തെക്കുറിച്ചുള്ളതായ പേടി ഉണർത്തി, അള്ളാഹു ആരാണെന്നും അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും മനുഷ്യ മനസ്സിൽ നട്ടുപിടിപ്പിച്ച് അത് മനുഷ്യരിൽ വളർത്തി, അതേപോലെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഉണർത്തി, ബോധം വളർത്തി, സ്വർഗനരകങ്ങളെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും ഉള്ള ചിന്തകളെ വളർത്തിക്കൊണ്ടുള്ളതായ സംസ്കരണം, അതൊന്നാണ് ആ ഒരു ജനവിഭാഗത്തെ മാറ്റുകയും അവരെ ആത്മീയമായി ധാർമ്മികമായി പോഷിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ പല വിഷയങ്ങളിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. മാഇസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സഹാബി, മാഇസ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത് ഒരു വലിയ കാര്യമാണ്, ഗൗരവപ്പെട്ട വിഷയമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖം കാണിച്ച് മാഇസ് പറയുന്നത്, തഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ശുദ്ധീകരിക്കുവാൻ പറയുമ്പോൾ എന്താണ്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണമെന്നാണ്. വിവാഹിതനായ മാഇസ് വ്യഭിചരിച്ചു, അയാൾ ശുദ്ധീകരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? എറിഞ്ഞു കൊല്ലുകയാണ്. അതാണ് അദ്ദേഹത്തിനുള്ള ശുദ്ധീകരണത്തിനുള്ള ഇസ്ലാമിക ശിക്ഷാവിധി. ആ ശിക്ഷ ചോദിച്ചാണ് അദ്ദേഹം വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക്. പറയുമ്പോൾ മാഇസ് വ്യഭിചരിച്ച വിവരം ആരും അറിഞ്ഞിട്ടില്ല. മാഇസ് വ്യഭിചരിച്ചത്, അവിഹിത ബന്ധത്തിലേർപ്പെട്ടത് ജുമാന എന്ന് പറയുന്ന ഒരു ഗാമിദീയത്തുമായിട്ടാണ്, ബനു ഗാമിദ് ഗോത്രക്കാരിയുമായിട്ടാണ്. അവരല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ആ വിഷയത്തിൽ വഹി അവതീർണമായിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഏകാന്ത അവസ്ഥയിൽ അദ്ദേഹം തനിച്ചായിരിക്കെ ചെയ്ത ഒരു തെറ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പേടി ഉണർത്തി, ഭീതി ജനിപ്പിച്ചു. അള്ളാഹു കണ്ടു എന്ന ബോധം അദ്ദേഹത്തിൽ വളർന്നു. പരലോകത്ത് വരാനിരിക്കുന്ന തന്നെ കാത്തു കഴിയുന്ന ശിക്ഷയെക്കുറിച്ച് പേടിച്ച മാഇസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറയാണ്, ഞാൻ വ്യഭിചരിച്ചു, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാഇസിനോട് പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇരുളിൻ്റെ മറവിൽ ചെയ്ത തെറ്റുകൾ അള്ളാഹു അത് ലോകരിൽ നിന്ന് നിങ്ങളെ തൊട്ട് മറച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് അത് പകലിൽ പാട്ടാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിൽ നീരസമുണ്ടായി മാഇസ് അത് പറഞ്ഞത്. വീണ്ടും മാഇസ് പറയാണ്, പ്രവാചകരെ എന്നെ ശുദ്ധീകരിക്കണം, ഞാൻ തെറ്റ് ചെയ്തു. അദ്ദേഹത്തെ ഭരിക്കുന്നത് അപ്പോഴും പരലോക ചിന്തയാണ്, റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് സഹാബത്തിനോട്, മാഇസിന് ഭ്രാന്തുണ്ടോ? അപ്പോൾ സഹാബികൾ നോക്കുകയാണ് മാഇസിൻ്റെ അവസ്ഥ. അപ്പോൾ മാഇസിന് ഭ്രാന്തില്ല. മാഇസ് വീണ്ടും റസൂലുള്ളാഹിയോട് പറയാണ്, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാഇസിൻ്റെ വിഷയത്തിൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, മാഇസ് ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ടോ, മദ്യപിച്ചിട്ടുണ്ടോ? അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടുമില്ല. 3 തവണ മാഇസിൽ നിന്നുള്ള ഇഖ്റാർ, അംഗീകാരം അതുണ്ടായപ്പോൾ പിന്നെ ഇസ്ലാമിക ശിക്ഷാ കോടതിയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ നടപ്പിലാക്കൽ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സന്ദർഭത്തിലാണ് മാഇസിനെ എറിഞ്ഞുകൊല്ലുവാനുള്ള കൽപ്പന നൽകുകയും ശിക്ഷ മാഇസിൽ വിധിക്കുകയും ചെയ്യുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ മാഇസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇരുളിൽ ചെയ്ത ഒരു തെറ്റ് മനുഷ്യ സഹജമാണ്, തെറ്റ് വരിക എന്നുള്ളത്. പക്ഷെ ആ തെറ്റ് അദ്ദേഹം
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിലുള്ള ഇസ്ലാമിക ശിക്ഷ ഏറ്റുവാങ്ങി ഈ ദുനിയാവിൽ വെച്ച് ശുദ്ധീകരിക്കപ്പെട്ട് പരലോകത്ത് അതിൻ്റെ പേരിൽ ഒരു ശിക്ഷ വരാതിരിക്കുവാൻ, വിചാരണയുടെ വേദിയിൽ രക്ഷപ്പെടുവാൻ അദ്ദേഹം കാണിച്ചതായി താല്പര്യം. അള്ളാഹു കണ്ടു, അള്ളാഹു അറിഞ്ഞു, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ പാപിയായി എന്നതിനാൽ പശ്ചാത്തപിച്ചവനായി, പാപമോചനം തേടിയവനായി, പാപപരിശുദ്ധി നേടിയവനായി പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ ജീവിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ വെമ്പൽ, ഇതാണ് ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് മഹത്തായ ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവം മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് നേടിക്കൊടുത്തത് അദ്ദേഹം സിദ്ധിച്ച ഇസ്ലാമിക സംസ്കരണമാണ്. ഇത് ഇസ്ലാമിക സംസ്കരണത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ രീതിയും നമ്മളെ അറിയിക്കുന്നതോടൊപ്പം ആ സംസ്കരണം നേടിക്കൊടുത്ത ഒരു ഫലവും അതിൻ്റെ സ്വാധീനവും നമ്മളെ അറിയിക്കുകയാണ്. മായിസ് വ്യഭിചരിച്ചത് ഗാമിദിയയുമായിയാണ്, ജുമാന എന്ന് പറയുന്ന പെണ്ണുമായിട്ടാണ്. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടും ഖത്തീബ് ഉണർത്തിയില്ല. പക്ഷേ അവരുടെ ചരിത്രം അറിയിക്കുന്നതും ഈ സ്വഭാവ മഹാത്മ്യാണ്. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന് പറയുന്നത്, ഞാനുമായിട്ടാണ് മായിസ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് അവരും ആവശ്യപ്പെടുന്നത് തന്നെ ശുദ്ധീകരിക്കണമെന്നാണ്. അവരും വിവാഹിതയാണ്. ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ ശിക്ഷാവിധി അവരെയും എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ്. ആ ശിക്ഷ ചോദിച്ചു വരികയാണ് അവർ. എന്തിന്? ദുനിയാവിലെ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ പരലോകത്ത് ശിക്ഷയിൽ നിന്നുള്ള രക്ഷ കിട്ടും. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു പാപിയായി ജീവിക്കണ്ട എന്നുള്ളതിനാലാണത്. ഈ ഗാമിദിയെ റസൂലുള്ളാഹ് തിരിച്ചയക്കുന്നുണ്ട്. അവർ ശിക്ഷ ചോദിച്ചു വരുമ്പോൾ അവരാണ് പാപി. അവളുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞ് വളരുകയാണ്. ആ കുഞ്ഞ് പാപിയല്ല. അതുകൊണ്ട് തന്നെ മായിസ് അവരെ തിരിച്ചയക്കുന്നത് അവർ പ്രസവിച്ച് വരാനാണ്. അങ്ങനെ പ്രസവിച്ച ഉടനെ കുഞ്ഞുമായിട്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഈ ഗാമിദിയെ തിരിച്ചയക്കുന്നുണ്ട്. എന്തിന്? ഈ കുഞ്ഞിന് മുലയൂട്ടൽ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് മുലയൂട്ടി കുട്ടി ഭക്ഷണം കഴിക്കുന്ന പ്രായമാകുമ്പോൾ വരാനാണ് പറയുന്നത്. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് കുട്ടിയെയും കൊണ്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തുന്ന ഈ ജുമാന നബിക്ക് കുട്ടിയെ കൊടുക്കുകയാണ്. കുട്ടി റൊട്ടി തിന്നാൻ പ്രായമായി എന്നുള്ളത് അറിയിക്കുകയാണ് അവർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ഈ കുട്ടിയെ ആര് ഏറ്റുവാങ്ങും? അപ്പോൾ ഒരു അൻസാരി ആ കുട്ടിയെ ഏറ്റുവാങ്ങി അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. ഗാമിദിയയെ അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൽപ്പിക്കുന്നത്. അവരുടെ വിഷയത്തിൽ പറഞ്ഞു വരുന്നത് ഈ ഒരു സ്വഭാവ മേൽമയും മാഹാത്മ്യവും ഈ ആളുകളിൽ വളർത്തിയത് എന്താണ്? അത് സംസ്കരിക്കുവാനുള്ള ഇസ്ലാമിൻ്റെ ആ രീതിശാസ്ത്രമാണ്. വിശ്വാസം മനസ്സുകളിൽ ഊന്നിയാൽ അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയിലുള്ള സംസ്കരണമായിട്ടുണ്ടെങ്കിൽ അത് കൊയ്യുന്ന വിളയാണ് ഈ ചരിത്രങ്ങളിൽ നമ്മൾ സഹോദരന്മാരെ വായിക്കുന്നത്. ഇതേപോലെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സംസ്കരണത്തിൻ്റെ മറ്റൊരു ഫലം നമ്മൾ 2 ചരിത്രങ്ങളിലൂടെ കേൾക്കുകയുണ്ടായി. ഒന്ന് അബൂ മൂസൽ അശ്അരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, മറ്റൊന്ന് റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ മൂസൽ അശ്അരിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം എന്താണ്? അബൂ മൂസൽ അശ്അരി ഹബശീനിയയിലേക്ക് ഹിജറ പോയവരുടെ കൂട്ടത്തിൽ ഒരു മെമ്പറാണ്. ഹബശീനിയയിലേക്ക് മുസ്ലിമീങ്ങൾ ഹിജറ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണ്. മക്കയിൽ മുസ്ലിമീങ്ങൾ ഏറെ പീഡിപ്പിക്കപ്പെടുകയും കൊടിയ യാതനകൾക്ക് വിധേയരാകുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, ഹബശയിലേക്ക് നിങ്ങൾ ഹിജറ പോവുക. അവിടെ ഒരു ക്രൈസ്തവനായ രാജാവുണ്ട്. അയാളുടെ കീഴിൽ നിങ്ങളൊരിക്കലും അക്രമത്തിന് ഇരയാവില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കൽപ്പന കേട്ട് മുസ്ലിമീങ്ങൾ ഹബശീനിയയിലേക്ക് ഹിജറ പോയി. 2 തവണയായിട്ടാണ് മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് ഹബശയിലേക്ക് ഹിജറ പോയത്.
അങ്ങനെ മുസ്ലിമീങ്ങൾ ഹിജ്റ പോയി ഹബശയിലെത്തിയപ്പോൾ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം, മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊറുതികേട്, മക്കയിൽ പീഡിപ്പിച്ച് യാതനകളേൽപ്പിച്ച് ശീലിച്ച അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പീഡനത്തിൻ്റെ ഇരകൾ തങ്ങളുടെ മുമ്പിലില്ലാത്തതിനാൽ അവർ ഹബശീനിയയിലേക്ക് പോയപ്പോൾ മുശ്രിക്കുകൾ അവരുടെ ദൂതന്മാരെ ഹബശയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ നിന്ന് മുസ്ലിമീങ്ങളെ വാങ്ങിക്കൊണ്ടുവന്ന് വീണ്ടും മക്കയിൽ ഇട്ട് പീഡിപ്പിക്കുവാനാണ് മുശ്രിക്കുകൾ ദൂതന്മാരെ പറഞ്ഞയച്ചത്. അന്ന് മുശ്രിക്കുകളുടെ ദൂതന്മാർ ഒന്ന് അംർ ബിൻ ആസും മറ്റൊന്ന് ഉമാറയുമായിരുന്നു. അങ്ങനെ അംർ ബിൻ ആസും ഉമാറയും ഹബശയിലെത്തി. അവർ നേഗസ് ചക്രവർത്തിയെ, നജാഷി രാജാവിനെ മുഖം കാണിച്ച് മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞൊരു വിഷയമാണ് അബൂ മുസൽ അശ്അരി റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ മുസൽ അശ്അരി അക്കൂട്ടത്തിലൊരു മുഹാജിറാണ്. മുസ്ലിമീങ്ങൾ പലരും അന്ന് നേഗഷിൻ്റെ മുന്നിലുണ്ട്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അന്ന് ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവാണ്. മുശ്രിക്കുകളുടെ ദൂതന്മാർ അംർ ബിൻ ആസ് നജാഷിയുടെ വലതു ഭാഗത്തും ഉമാറ നജാഷിയുടെ ഇടതു ഭാഗത്തും സ്ഥാനമുറപ്പിച്ചു. മുസ്ലിമീങ്ങൾ ഒരരുവിൽ മാറി നിൽക്കുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു സമയമാണ്. കാരണം നജാഷിയെ പ്രീണിപ്പിച്ച് പ്രകോപിപ്പിച്ച് വശീകൃതനാക്കിയാൽ അംർ ബിൻ ആസും ഉമാറയും ഈ മുസ്ലിമീങ്ങളെ വീണ്ടും മക്കയിലേക്ക് തിരിച്ചു തെളിക്കും. മക്കയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് അഭിമുഖീകരിക്കുവാനുള്ള യാതനകളും വേദനകളും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു നിർണായകമായ പ്രയാസകരമായ ഒരു ഘട്ടത്തിലാണ് അവരുള്ളത്. അംർ, അദ്ദേഹം ദുഹാത്തുൽ അറബ്, അറബികളിലെ ബുദ്ധിജീവി എന്ന പേരിൽ പ്രസിദ്ധനായ വ്യക്തിയാണ്. അന്ന് അംർ ബിൻ ആസ് ഇസ്ലാം സ്വീകരിച്ചില്ല, പിന്നീട് അംർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഉമാറയും ദുഷ്ടനാണ്. അംർ ബിൻ ആസിൻ്റെ ബുദ്ധികൂർമ്മതയിൽ അദ്ദേഹത്തിന് ഏത് കെണിയും വിരിക്കാൻ അറിയുന്നൊരു സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് ഈ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഏറെ ദുഃഖിച്ചതും മരിക്കുന്ന സമയത്ത് വരെ അദ്ദേഹം വിഷമിച്ച് കരഞ്ഞതും ഈ ഒരു സംഭവം ഓർത്തിട്ടാണ്. അഥവാ ഹബശയിൽ നിന്ന് മുസ്ലിമീങ്ങളായ മുഹാജിറുകളായ മുസ്ലിമീങ്ങളെ വിട്ടുകിട്ടുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതായ കളവും അദ്ദേഹം അവിടെ നടത്തിയതായ ചതിപ്രയോഗങ്ങളും ഓർത്താണ് മരണവേളയിൽ വരെ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞത്. കാരണം അത്രമാത്രം ചതി നിറഞ്ഞതായിരുന്നു അന്ന് അദ്ദേഹം പ്രയോഗിച്ചതായ പ്രയോഗങ്ങൾ. അദ്ദേഹം ജാഹിലിയത്തിലാണ്, കുഫറിലാണ്. കുഫറിനേക്കാൾ ശിർക്കിനേക്കാൾ വലിയ കുറ്റല്ല. അതുകൊണ്ട് തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അന്ന് ആ ചതി പ്രയോഗിച്ചു. മുസ്ലിമീങ്ങൾ ഏറെ പ്രയാസത്തിൽ നിൽക്കുന്ന ആ സമയത്ത് അംർ ബിൻ ആസ് നജാഷിയോട് പറയുകയാണ്, ഇന്ന ഹൗലാഇ ലാ യസ്ജുദൂന ലക്, രാജാവേ, നിങ്ങളുടെ പ്രജകൾ നിങ്ങൾക്ക് പ്രണമിക്കുന്നു, ഞങ്ങൾ വന്നു ഞങ്ങളും നിങ്ങൾക്ക് പ്രണമിക്കുന്നു. പക്ഷേ ഈ മുസ്ലിമീങ്ങൾ നിങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നവരല്ല, പ്രണമിക്കുന്നവരല്ല എന്നാണ് നജാഷിയോട് അന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇതൊരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ശീലങ്ങൾ, പതിവുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രജകൾ അവരെ പ്രണമിക്കുക എന്നുള്ളതാണ്. അത് ശീലിച്ച രാജാവിനൊരു വിഭാഗം തനിക്ക് പ്രണമിക്കില്ല എന്ന് പറയുമ്പോൾ അത് അയാളെ വികാരഭരിതനാക്കുവാനും അത്തരക്കാർക്കെതിരിൽ നിൽക്കുവാനും പ്രേരിപ്പിക്കുക സ്വാഭാവികമാണ്. നജാഷി ഇത് കേട്ടപ്പോൾ മുസ്ലിമീങ്ങളോട് ചോദിക്കുകയാണ്, അംർ പറയുന്നത് ഇത് ശരിയാണോ? ഈ സമയം മുസ്ലിമീങ്ങൾ നജാഷിയോട് പ്രതികരിച്ചത് അബൂ മുസൽ അശ്അരി റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇന്ന ജിബാഹന ലാ തസ്ജുദു ഇല്ലാ ലില്ലാഹ്. അന്ന് മുസ്ലിമീങ്ങൾ നജാഷിക്ക് മുമ്പിൽ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ ഈ നെറ്റികൾ അത് അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഈ ധീരതയും ഈ ഒരു വ്യക്തിത്വവും അത് മുസ്ലിമീങ്ങൾ അവിടെ വെച്ച് പ്രകടിപ്പിച്ചു. രാജകൊട്ടാരത്തിൽ, രാജാവിന് മുന്നിൽ, രാജകിങ്കരന്മാർ ഉള്ള ഒരു സദസ്സിൽ, ആ കൊട്ടാരത്തിൽ അവിടുത്തെ വിദ്വാൻമാരും അതേപോലെ തന്നെ പണ്ഡിത പരീക്ഷകളുമൊക്കെയുള്ള വേദിയിൽ വെച്ചാണ് മുസ്ലിമീങ്ങൾ തങ്ങളുടെ ആ ആദർശം
അവിടെ തുറന്നു പറഞ്ഞത്. അംറും ഉബാറയും വിചാരിച്ചത് ഇതോടുകൂടി മുസ്ലിമീങ്ങളെ മക്കയിലേക്ക് ഏറ്റിക്കൊണ്ടുപോകാമെന്നാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖ് അതൊന്നു മാത്രമാണ്. നജ്ജാഷിയുടെ മനസ്സലിയുകയാണ്. ആ ഒരു പ്രകോപനത്തിൽ ഒരിക്കലും നജ്ജാഷി വീഴുകയുണ്ടായില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ നെറ്റികൾ അത് അള്ളാഹുവിനല്ലാതെ പ്രണമിക്കുകയില്ല എന്ന് അന്ന് മുസ്ലിമീങ്ങൾ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഒരു പ്രഖ്യാപനം മുസ്ലിമീങ്ങളുടെ മാനസികമായ ഉയർച്ചയും വൈയക്തികമായ വളർച്ചയുമാണ് അറിയിക്കുന്നത്. അവർ ഒരിക്കലും ഭീരുക്കളായില്ല. ഈ ഒരു ധീരതയും മാനസികമായ വളർച്ചയും മുസ്ലിമീങ്ങൾക്ക് നേടിക്കൊടുത്തത് അവരേറ്റ സംസ്കരണം കൊണ്ടാണ്. ആ സംസ്കരണത്തിൻ്റെ പ്രത്യേകത വിശ്വാസത്തിലൂന്നിയ ആദർശത്തിലൂന്നിയ സംസ്കരണമാണ് അവർ നേടിയത് എന്നുള്ളതാണ്. റിബിഈ ഇബ്നു ആമിർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലും ഇതുതന്നെയാണ് നമ്മൾ വായിക്കുന്നത്. റിബിഈ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദൂതനാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൽ പേർഷ്യ വിജയിച്ചടക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചു. ഇറാഖിലേക്കാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു പോയത്. അന്ന് പേർഷ്യയുടെ ഭാഗമാണ് ഇന്നത്തെ ഇറാഖിൻ്റെ പല ഭാഗങ്ങളും അന്ന് പേർഷ്യയുടെ ഭാഗത്താണ്. അങ്ങനെ പേർഷ്യയിലേക്കുള്ള സഅദിൻ്റെ സൈന്യം എത്തി. അങ്ങനെ സഅദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവുമായി സംസാരിക്കുവാൻ പേർഷ്യയുടെ അന്നത്തെ ഭരണാധികാരി ചീഫ് ഇൻ കമാൻഡറായ റുസ്തും തയ്യാറായി. പേർഷ്യൻ്റെ ഭരണാധികാരികൾ അന്ന് ആലി സാസാൻ കുടുംബമാണ്. യസ്ദജർദ് എന്നാണ് അന്നത്തെ ഭരണാധികാരിയുടെ പേര്. ആലി സാസാൻ കുടുംബത്തിൽ യസ്ദജർദാണ് അന്ന് ഭരിക്കുന്നത് പേർഷ്യ. ആ യസ്ദജർദിൻ്റെ സൈനികനാണ് റുസ്തും. ഈ റുസ്തുമിനോട് സംസാരിക്കുവാൻ സഅദ് നിയോഗിക്കുന്നത് റിബിഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെയാണ്. റിബിഈ തൻ്റെ ആയുധം പേറി തൻ്റെ വേഷത്തിൽ തൻ്റെ കുതിരപ്പുറത്താണ് പോകുന്നത്. അപ്പോൾ റുസ്തും തൻ്റെ വില കൂടിയ ഉടയാടകൾ ധരിച്ച് തൻ്റെ പരിവാരത്തോടൊപ്പം നിൽക്കുകയാണ്. അദ്ദേഹം പല വർണ്ണങ്ങളിൽ അതേപോലെ തന്നെ വിലപിടിപ്പുള്ള മുത്തുകളും മറ്റുമൊക്കെ പതിപ്പിച്ച പരവതാനിയിൽ വിരിച്ച് അങ്ങനെ വളരെ ഗമയിൽ നിൽക്കുന്ന വേദിയിലേക്കാണ് റിബിഈ ഇബ്നു ആമിർ ചെല്ലുന്നത്. അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് ചെന്ന് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി കുതിരയെ അവിടെ കണ്ട ഒരു തൂണിൽ ബന്ധിച്ച് റുസ്തുമിനോട് സംസാരിക്കുകയാണ്. റുസ്തും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി കൊടുത്തു. റുസ്തും ദുനിയാവ് വില പറഞ്ഞ് ഇവരുടെ ആദർശം വിലക്ക് വാങ്ങാം എന്ന് തീരുമാനിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങൾ വന്നത് ലിനുഖ്രിജൽ മിൻ ഇബാദത്തി മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, സൃഷ്ടി പൂജയിൽ നിന്ന് സൃഷ്ടാവിനെ പൂജിക്കുന്നതിലേക്ക് അള്ളാഹുവിൻ്റെ ദാസന്മാരെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതേപോലെ മിൻ ദീഖി ദുനിയ ഇലാ സഅത്തിൽ ആഖിറ, ദുനിയാവിൻ്റെ ഇടുസതയിൽ നിന്ന് പരലോകത്തിൻ്റെ വിശാലതയിലേക്ക് ആളുകളെ നയിക്കാനാണ് ഞങ്ങൾ വന്നത്. ദുനിയാവിന് വേണ്ടി ഞങ്ങൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഈ കാണുന്ന ദുനിയാവ് അത് ഞങ്ങൾക്ക് നിസ്സാരമാണെന്നുള്ളത് പ്രവൃത്തിപഥത്തിൽ തെളിയിച്ച് റിബിഈ ഇബ്നു ആമിർ തൻ്റെ നിലപാട് സ്വീകരിച്ചത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ആർജവം, മാനസികമായ ഈ ഒരു മികവ് റിബിഈന് നേടിക്കൊടുത്തത് അത് ഇസ്ലാമിക സംസ്കരണമാണ് എന്നതാണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി. അനസ് ബിൻ നദറിൻ്റെയും ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉദാഹരണങ്ങൾ നമ്മൾ ശ്രവിക്കുകയുണ്ടായി. അനസ് ബിൻ നദർ ഉഹദ് യുദ്ധത്തിൽ, ഉമൈർ ഇബ്നുൽ ഹുമാം ബദർ യുദ്ധത്തിൽ. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ സഹാബികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരിൽ ആത്മീയ വീര്യം വളർത്തുകയാണ്. ബദർ യുദ്ധത്തിൻ്റെ തുടക്കം നമുക്കറിയാം, ദൊന്ന യുദ്ധത്തിലാണ്. അത് ഹംസയും അലിയും വലീദും ഉത്ബയോടും ഷൈബയോടും ഉബൈദത്തിനോടും, ഹംസയും അലിയും ഉബൈദത്തും ഉത്ബയോടും ഷൈബയോടും വലീദിനോടും പോരാടി ദൊന്ന യുദ്ധം അവസാനിച്ചപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് യുദ്ധത്തിനുള്ള ആഹ്വാനം നൽകുന്നത് ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദ്, ഖൂമു ഇലാ ജന്നത്തിൻ, സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കൂ എന്നാണ്. വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കൂ എന്ന് പറയുകയാണ്. യുദ്ധത്തിന് ഇറങ്ങൂ എന്നല്ല. തിരുനബിയുടെ പ്രയോഗം ഇപ്രകാരം. ആ സമയം ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ജന്നത്തുൻ അർദുഹ സമാഉ വൽ അർദ്, വാനങ്ങളുടെ വിശാലതയിൽ ഭൂമിയുടെ വിശാലതയിൽ സ്വർഗമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നഅം, അതെ. അപ്പോൾ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ബഖിൻ ബഖിൻ, അദ്ദേഹം ആഹ്ലാദത്തിൽ സന്തോഷത്തിൽ ബഖിൻ ബഖിൻ എന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ബഖിൻ ബഖിൻ എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ് ഉമൈർ? അപ്പോൾ ഉമൈർ പറയുകയാണ്, പ്രവാചകരെ കാരക്ക തിന്നുകയായിരുന്നു, ഞാൻ ആ കാരക്ക തുപ്പിയതാണ്. സ്വർഗത്തിലേക്കാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ ഈ കാരക്ക തീരുവോളം സമയം ഈ ദുനിയാവിൽ കുറേയാണ്, കുറേയാണ്. അത്ര കാലം ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ അദ്ദേഹം ബദറിൻ്റെ രണാങ്കണത്തിൽ അദ്ദേഹം എടുത്തു ചാടി. ബദർ ശുഹദാക്കളിൽ ആദ്യം സമയങ്ങളിൽ ഷഹീദായവരിൽ ഒരാളാണ് ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു. നോക്കൂ നിങ്ങൾ, ദുനിയാവിനെ പൂണ്ടുപിടിച്ച് ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗം, അവർ സ്വർഗത്തിൽ തൽപരരായി സ്വർഗത്തിന് വേണ്ടി ജീവിച്ചു, സ്വർഗത്തിന് വേണ്ടി അവർ മത്സരിച്ചു. ഈയൊരു സ്വഭാവ മാഹാത്മ്യം അവർക്ക് നേടിക്കൊടുത്തത് ഇസ്ലാമിക സംസ്കരണ, ആ സംസ്കരണത്തിൻ്റെ പ്രത്യേകതയുമാണ്. അനസ് ഇബ്നു നദറിൻ്റെ ചരിത്രവും ഇപ്രകാരമാണ്. അനസ് ഇബ്നു നദർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നുണ്ട്. അനസും സഅദ് ബിൻ റബീഉം ഒക്കെ അൻസാരികളിൽപ്പെട്ടവരാണ്. ഉഹദ് യുദ്ധത്തിൽ അതിന് 2 ഘട്ടമാണ്. ആദ്യ ഘട്ടം മുസ്ലിമീങ്ങൾക്ക് വിജയമാണ്, വലിയ വിജയമാണ്. എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ പിന്തിരിഞ്ഞോടി. മുശ്രിക്കുകളുടെ പതാകവാഹകർ മക്കക്കാരുടെ ബനു അബ്ദുദ്ദാർ ഗോത്രം, അതിൽ 12 പേരോളം മുസ്ലിമീങ്ങളുടെ മുമ്പിൽ നിലംപരിശായിട്ടുണ്ട്. മുശ്രിക്കുകൾക്ക് ഉഹദ് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ, അതിൽ പിന്നെയാണ് അവർ തോറ്റോടുന്നത്. അങ്ങനെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഉഹദിലേക്ക് വന്ന മുശ്രിക്കിൻ്റെ പട 3000-ൽ പരം അവർ തോറ്റോടുകയാണ്. തോറ്റോടി പോകുമ്പോൾ അപ്പോഴാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഉഹദിലേക്ക് വീണ്ടും ഒന്നുകൂടി മടങ്ങുവാൻ ഒരു ചാൻസ് കാണുന്നത്. ജബലുൽ ഐനൈൻ എന്ന് പറയുന്ന ജബലുർ റുമാത്തിൻ്റെ ചെരുവിലൂടെ ഉഹദിലേക്ക് തിരിച്ചു മടങ്ങുവാൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് ഒരു അവസരം കിട്ടി. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹു തോറ്റോടുന്ന മുശ്രിക്കിൻ്റെ പടയെ വളച്ച് തിരിച്ച് വീണ്ടും ഉഹദിലേക്ക് ജബലുൽ ഐനൈൻ എന്ന ജബലുർ റുമാത്തിൻ്റെ ചെരുവിലൂടെ കൊണ്ടുവരുമ്പോൾ മുസ്ലിമീങ്ങൾ പല ദിക്കുകളിലാണ്. അവർ യുദ്ധാർജിത സ്വത്ത് ശേഖരിക്കുന്ന തിരക്കിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുറച്ചുപേരും ഒരു ഭാഗത്ത്, ബാക്കിയുള്ളവരെല്ലാം പല ദിക്കുകളിലാണ്, പല ഭാഗങ്ങളിലാണ്. അന്ന് ശത്രുവിന് ഇത് ഏറെ ആക്കം കൂട്ടി. അങ്ങനെ ഉഹദിലേക്കുള്ള ഈ പട ഒരിക്കൽ കൂടി പ്രവഹിക്കുമ്പോൾ, മുശ്രിക്കിൻ്റെ പട പ്രവഹിക്കുമ്പോൾ അവരുടെയൊക്കെയും ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും പലരും വലയം തീർത്തു, പലരും അടുത്തുകൂടി. ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്നൊരു വാർത്ത പരന്നു പരത്തപ്പെട്ടതോടുകൂടി അവരുടെ ബോധം നഷ്ടപ്പെട്ട നിലയിൽ പെരുമാറി പലരും മദീനക്ക് നേരെ അവർ ഓടുന്ന അവസ്ഥ വരെ ഉണ്ടായി. പലരും മദീനയിലേക്ക് തോറ്റ് അവിടെ എത്തിയ സ്ഥിതിവിശേഷം ഉണ്ടായി. സഅദ് ബിൻ റബീഉം അനസ് ബിൻ നദറും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് നിലയുറപ്പിച്ചവരിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ സഅദ് എന്ത് ചെയ്തു, അനസ് എന്ത് ചെയ്തു, ഇതിന് സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിഷയത്തിൽ ചില കാര്യങ്ങൾ പിന്നീട് നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ ഒറ്റപ്പെടുകയും ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളയുകയും അവരെല്ലാവരും ശത്രുക്കൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ആയുധ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ സഅദ് ബിൻ റബീഅനെ വിളിച്ച് അനസ് ബിൻ നദർ പറയുകയാണ്, അൽ ജന്നത്തു വറബ്ബിൽ കഅബ അജിദു റീഹഹാ ദൂന ഉഹുദിൻ യാ സഅദ്. അനസ് പറയുകയാണ്, അൽ ജന്നത്തു വറബ്ബിൽ കഅബ, അല്ലാഹുവാണേ സത്യം, സ്വർഗം, അജിദു റീഹഹാ ദൂന ഉഹുദിൻ, ഉഹുദിൻ്റെ ഇപ്പുറത്ത് ഞാൻ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കുന്നു എന്നാണ് അനസ് ബിൻ നദർ പറയുന്നത്. അദ്ദേഹം സ്വർഗം മണക്കുകയാണ്. അദ്ദേഹം അത് സഅദിനോട് ഘോഷിക്കുകയാണ്. അങ്ങനെ ധീരം ആ സ്വർഗം മണത്ത അനസ് ആ സ്വർഗത്തിന് വേണ്ടി പോരടിക്കുകയാണ്, ശത്രുവിനോട് ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ അദ്ദേഹം 80-ൽ പരം വെട്ടുകൾ, കുത്തുകൾ, ചാട്ടുളി പ്രയോഗങ്ങളേറ്റ് ഷഹീദായി ഉഹുദിൽ കിടക്കുകയാണ്. യുദ്ധം അവസാനിച്ചു. യുദ്ധത്തിൻ്റെ പൊടിയടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ റബീൻ്റെ അടുക്കലേക്ക് ആളെ വിടുന്നുണ്ട്, അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട്. അനസ് ബിൻ നദറിനെ തിരഞ്ഞ് ആളെ വിടുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ധീരതയ്ക്ക്, സാഹസികതയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഉഹുദിൽ. അതുകൊണ്ടാണ് അനസിനെ തിരയാൻ പറയുന്നത്. അനസ് ബിൻ നദറിനെ തിരയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ആകെ വികൃതമാക്കിയിരുന്നു എന്നാണ്. മുശ്രിക്കുകൾ അവർക്ക് രോഷമുള്ളവരെ വിശിഷ്യ ചിത്രവധം നടത്തിയിട്ടുണ്ട്, അവരെ മുഴുവൻ വികൃതപ്പെടുത്തിയിട്ടുണ്ട്. അനസ് ബിൻ നദറിൽ വെട്ടുകളും കുത്തുകളും തന്നെ 80-ൽ പരം. പിന്നീട് ശത്രുക്കൾ അദ്ദേഹത്തെ ഏറെ വികൃതമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിരലൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം വികൃതമാക്കപ്പെടുകയും ആ വിരൽ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ കണ്ട് ആ പെങ്ങളാണ് പറയുന്നത് ഇത് അനസിൻ്റെ ഭൗതിക ശരീരമാണെന്ന്. അത്രമാത്രം അദ്ദേഹം വികൃതമാക്കപ്പെട്ടിരുന്നു എന്നാണ്. ഇവിടെ ഈ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹു ഉഹുദിൻ്റെ പ്രതിസന്ധിയിൽ, ഉഹുദിൽ ശത്രുക്കൾക്കിടയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് അൽ ജന്ന വറബ്ബിൽ കഅബ, അള്ളയാണ് സത്യം, സ്വർഗം, ഉഹുദിൻ്റെ ഇപ്പുറത്ത് സ്വർഗം വാസനിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ധീരം പോരാടുകയുണ്ടായത്. ഇവിടെ ഒരു മനസ്സിൻ്റെ വളർച്ചയും ഒരു വ്യക്തിത്വത്തിൻ്റെ ഉയർച്ചയുമാണ് നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ഭീരുത്വമല്ല, ധീരതയാണ്, മാനസികമായിട്ടുള്ളതായ ഉന്നതിയാണ് നമ്മൾ വായിക്കുന്നത്. ഏതൊരു കൂട്ടരായിരുന്നു ഈ വാക്താക്കൾ, ഈ ഉന്നതിയുടെ ആളുകൾ എന്ന് നമ്മൾ ചരിത്രം വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ഇന്നലകൾ എന്തായിരുന്നു? അവർ എவ்விധം പെരുമാറുന്നവരായിരുന്നു. ആ ഒരു വിഭാഗത്തെ ഇவ்விധം വളർച്ചയിലേക്ക്, ഉന്നതിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്താണ്? അതാണ് ഇസ്ലാമിക സംസ്കരണം, ഈമാനികമായ സംസ്കരണം. ആ സംസ്കരണം അത് മുസ്ലിമീങ്ങളെ ഉയർത്തുവാനുള്ളതാണ്, ഉന്നതിയിലേക്ക് നയിക്കുവാനുള്ളതാണ്. ഈ സംസ്കരണം നേടിയ പല മുസ്ലിമീങ്ങളുമാണ് സ്വഭാവങ്ങൾ ദൂഷ്യമായി, പെരുമാറ്റങ്ങൾ മോശമായി, വൃത്തികേടുകൾ കണ്ട് കേട്ട് വൃത്തികേടുകൾ പ്രവർത്തിച്ച് പെരുമാറ്റങ്ങൾ മോശമാക്കി മറ്റുള്ളവർക്ക് മുമ്പിൽ ദുഷിച്ച സ്വഭാവത്തിൻ്റെയും ദുഷ്ട സംസ്കൃതിയുടെയും ആളുകളായിട്ട് മാറുന്നത് എന്ന് പറയുമ്പോൾ അതേറെ ഖേദകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ഇഅ്മലൂ മാ ശിഅ്തും ഇന്നഹു കാന ബിക്കും ബസീറ. ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൂക്ഷ്മമായി കണ്ടറിയുന്നവനാകുന്നു, കാണുന്നവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. സ്വഭാവങ്ങൾ ദൂഷ്യമായാൽ, പെരുമാറ്റങ്ങൾ മോശമായാൽ, നമ്മളുടെ സംസ്കാരം അത് നമ്മളിൽ നിന്ന് ദൂഷ്യമായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സംസ്കരണം, ഈമാനിലൂന്നിയ, ഇസ്ലാമിലൂന്നിയ, തൗഹീദിലൂന്നിയ, അഖീദയിലൂന്നിയ സംസ്കരണം അത് നമ്മളിൽ പ്രവർത്തിച്ചിട്ടില്ല, യഥാവിധമായിട്ടില്ല എന്നുള്ളതാണ്. യഥാവിധമായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ തൗഫീഖും തുണയുമേകി നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ
അള്ളാഹുവിന് നമ്മളിൽ നിന്ന് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ദുനിയാവിലെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയും തൗഫീക്കും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.